ക്യാമ്പിൻ്റെ ഡയറക്ടറും പ്രശസ്ത കവിയുമായ ഇ പി ശ്രീധരൻ നിസാർ, ഈ ക്യാമ്പിൻ്റെ സംഘാടക സമിതി ചെയർമാൻ പ്രമുഖ കോൺട്രാക്ടർ കെ മുസ്തഫ മാക്ബില്ലേഴ്സ്, ഈ ക്യാമ്പിൻ്റെ സംഘാടക സമിതി ട്രഷറർ ഖജാൻജി ടി പി രാജൻ്റെ ഗവ, സാഹിത്യകാരൻ ഗോകുൽദാസ് നിസാർ പീപ്പിൾസ് റിവ്യൂവിലെ പ്രതിനിധിയാണ്. സാഹിത്യ ക്യാമ്പ് 27-ന് യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോട് പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസ് 27/9/2025 ശനി ഗുരുകുലം ആർട്ട് ഗാലറിയിൽ വെച്ച് ഏകദിന സാഹിത്യ ക്യാമ്പ് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പീപ്പിൾസ് റിവ്യൂ എന്ന ഓൺലൈൻ പബ്ലിക്കേഷൻ ഇവിടെ ഒരു സാഹിത്യ ക്യാമ്പ് നടത്തുകയാണ്. പുതിയ എഴുത്തുകാർക്ക് വേണ്ടി, നവാഗതരായ എഴുത്തുകാർക്ക് വേണ്ടി, എഴുതാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്തുകയാണ്. ഇതിന് ഈ പുതിയ കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ സാഹിത്യ നഗരം പ്രഖ്യാപിച്ചിട്ട് ഏറെ നാളുകളായി. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ ക്യാമ്പിനെ വിലയിരുത്താൻ. അക്കാദമി മുതൽ ചെറിയ ചെറിയ സംഘടനകൾ വരെ നടത്തിയിരുന്നു, രാഷ്ട്രീയ സംഘടനകളൊക്കെ പശ്ചാത്തലത്തിലാണ് പീപ്പിൾസ് റിവ്യൂ ഇത്തരത്തിൽ ഞങ്ങൾ പറഞ്ഞുവെങ്കിൽ പോലും അത് ഒരു വലിയ സംരംഭമാണ്. കാലത്ത് 10 മണിക്ക് ക്യാമ്പ് സാഹിത്യകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത കവി PP ശ്രീധരനുണ്ണി അധ്യക്ഷത വഹിക്കും. സാഹിത്യകാരന്മാരായ PK ഗോപി, ഐസക് ഈപ്പൻ, KG രഘുനാഥ്, M ഗോകുൽദാസ് എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കും. പഠിപ്പിക്കാവുന്നതോ അല്ല എങ്കിൽ പോലും ഈ ഒരു സഹവാസമാണ്. ഒരു ദിവസത്തെ ക്യാമ്പ് എന്ന് പറയുന്നത് സഹവാസമാണ്. ഈ സഹവാസത്തിൽ ഒരു അന്യോന്യം കൊള്ളക്കൊടുക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ കൊള്ളക്കൊടുക്കുകൾക്ക് വേണ്ടിയാണ് ഇവിടെ ആളുകൾ എഴുത്തുകാർ സന്നിഹിതരാവുന്നത്. വൈകുന്നേരം മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കുമ്പോൾ തമ്മിലുള്ള ഒരു സൗഹൃദം കൂട്ടി. ഈ ക്യാമ്പിനെ കൊണ്ട് നമുക്ക് ഗുണം പറഞ്ഞാല് സാംസ്കാരികമായിട്ടുള്ളൊരു ഉയർച്ച, വളർച്ച, അതിനൊരു മുതൽക്കൂട്ടാണ്. 27-നാണ് നമ്മളെ പരിപാടി നടത്തുന്നത്. സാഹിത്യ ക്യാമ്പിനോടനുബന്ധിച്ച് ചെറുകഥാ കവിതാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. സാഹിത്യ ക്യാമ്പിന്റെ ഭാഗമായി സാഹിത്യ നഗരത്തിന്റെ സാംസ്കാരിക സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചിരുന്നു. അതാണ് ക്യാമ്പിന് 27-നാണ് ഗുരുകുലം ആർട്സ് ഗാലറിയിലാണ് പരിപാടി നടത്തുന്നത്. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട്. കേരളത്തിന്റെ ഭൂപടത്തിൽ കോഴിക്കോട് എന്ന നഗരത്തിന് സവിശേഷമായ സാന്നിധ്യമുണ്ട്. പഴയ കാലങ്ങളിൽ നമ്മുടെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു സാഹിത്യ നഗരത്തില് നമുക്ക് എപ്പോഴും വേണ്ടത് എന്നാൽ ഒരു വായനക്കാർ സൃഷ്ടിക്കുക എന്നുള്ളത്. വായന നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. കാരണം ഒരു 45-50 വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി വീക്കിലിയിലൊക്കെ അന്ന് പ്രശസ്ത കവി PP ശ്രീധരനുണ്ണിയാണ് ക്യാമ്പ് ഡയറക്ടർ. സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കോഴിക്കോടിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാക്കുക എന്നതാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത്. വാർത്താ സമ്മേളനത്തിൽ PP ശ്രീധരനുണ്ണി, ക്യാമ്പ് ഡയറക്ടർ, PT നിസാർ, ചീഫ് എഡിറ്റർ, പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസ്, K മുസ്തഫ, ചെയർമാൻ, സാഹിത്യ ക്യാമ്പ് സംഘാടക സമിതി, രാജൻ തേങ്ങാപ്പറമ്പത്ത്, ട്രഷറർ, സാഹിത്യ ക്യാമ്പ് സംഘാടക സമിതി, M ഗോകുൽദാസ്, എഴുത്തുകാരൻ, PK ജയചന്ദ്രൻ, ജനറൽ മാനേജർ, പീപ്പിൾസ് റിവ്യൂ പങ്കെടുത്തു.